ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 ജനറൽ പേപ്പറിൻ്റെ കറണ്ട് അഫയേഴ്സ് എന്ന പാർട്ടിൻ്റെ G20 സബ്മിറ്റ് 2024 എന്ന ടോപ്പിക്കാണ് ഇന്നത്തേത്. കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മേഖലയിൽ നിന്ന് വേണോ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിലിടാം. ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് G20 സബ്മിറ്റ് ഹെൽഡ്? 2008. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ G20? 19 countries. യൂറോപ്യൻ യൂണിയൻ ആൻഡ് അമേരിക്കൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ യൂണിയനും കൂടാതെ 19 രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് G20. വെയർ വാസ് ദ ഫസ്റ്റ് സബ്മിറ്റ് ഓഫ് G20 ഹെൽഡ്? USA. വെൻ ഡിഡ് ഇന്ത്യ ബിക്കെയിം എ മെമ്പർ ഓഫ് ദി G20? 1999. ഇൻ വിച്ച് ഇയർ G20 വാസ് എസ്റ്റാബ്ലിഷ്ഡ്? 1999. 1999 ഈ G20 സ്ഥാപിതമായത്. ആ വർഷം തന്നെ ഇന്ത്യയും ഇതിൽ അംഗമായി. അതിലുള്ള 19 കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് പഠിച്ചു വെക്കേണ്ടത് ഇതിലേതെങ്കിലും കൺട്രീസ് 4 ഓപ്ഷൻസിൽ ഇതിലേതെങ്കിലും കൺട്രീസ് കൊടുക്കും. എന്നിട്ട് ഇതിലേതാണ് G20 ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ കൺട്രീസിൻ്റെ പേരും മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. 2 റീജിയണൽ ബോഡീസും ദ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ദി ആഫ്രിക്കൻ യൂണിയൻ. ഈ 2 റീജിയണൽ ബോഡീസും 19 കൺട്രീസും ചേർന്നതാണ് ഈ G20. ഈ മോഡലിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഗ്രൂപ്പ്സ് ആർ ആൾ ദ 4 കൺട്രീസ് മെമ്പേഴ്സ് ഓഫ് G20? അർജന്റീന, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ടർക്കി, ഓസ്ട്രേലിയ, കാനഡ, മലേഷ്യ ആൻഡ് ന്യൂസിലൻഡ്, ബ്രസീൽ, ഇറാൻ, സൗദി അറേബ്യ ആൻഡ് വിയറ്റ്നാം, ഇന്തോനേഷ്യ, ജപ്പാൻ, സിംഗപ്പൂർ ആൻഡ് സൗത്ത് കൊറിയ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അർജന്റീന, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ടർക്കി. ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ കൺട്രീസിൻ്റെ പേരും മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഹൂ റെപ്രസെൻറ്റ്സ് ദ യൂറോപ്യൻ യൂണിയൻ അറ്റ് G20 സബ്മിറ്റ്സ്? ദ പ്രസിഡന്റ് ഓഫ് ദി യൂറോപ്യൻ കൗൺസിൽ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ദി യൂറോപ്യൻ കമ്മീഷൻ. Who represents the European Union at G20 summits? The President of European Council and the President of the European Commission. Where is the headquarters of G20 located? No permanent headquarters. Who is the chairman of G20 summit? Luis Inacio Lula da Silva. ഹൂ ഈസ് എന്നാണ് അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദി G20 സമ്മിറ്റ്? ലൂയിസ് ഇനാഷ്യോ ലൂല ഡ സിൽവ. വിച്ച് എഡിഷൻ ഓഫ് ദി G20 സബ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ 2024? 19th edition. വെയർ വാസ് ദ G20 സബ്മിറ്റ് 2024 ഹോസ്റ്റഡ് ഇൻ ബ്രസീൽ? റിയോ ഡി ജനീറോ. വാട്ട് വാസ് ദ തീം ഓഫ് ദി G20 സബ്മിറ്റ് 2024? ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. What was the theme of the G20 Summit 2024? Building a just world and a sustainable planet. Which country hosted the 19th G20 Summit in 2024? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. Which country will host the 20th G20 Summit 2025? South Africa. Which country will host the 20th G20 Summit 2025? South Africa. Which country hosted the 18th G20 Summit in 2023? India. Which country or groups has been granted permanent membership during the 18th G20 Summit in 2023? African Union. Who was the Indian Sherpa in the G20 Summit of 2023? Amitabh Kant.
വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 20th G20 സമ്മിറ്റ് 2025 സൗത്ത് ആഫ്രിക്ക. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ 18th G20 സമ്മിറ്റ് ഇൻ 2023 ഇന്ത്യ. വിച്ച് കൺട്രി ഓർ ഗ്രൂപ്പ്സ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഡ്യൂറിംഗ് ദി 18th G20 സമ്മിറ്റ് ഇൻ 2023 ആഫ്രിക്കൻ യൂണിയൻ. ഹു വാസ് ദ ഇന്ത്യൻ ഷെർപ്പ ഇൻ ദി G20 സമ്മിറ്റ് ഓഫ് 2023 അമിതാഭ് കാന്ത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഇടാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.